വിദ്യാഭ്യാസ അഴിമതിക്കും തൊഴിൽ നിഷേധത്തിനും പകരം ചോദിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ പൊന്നാനി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പൊന്നാനി മരക്കടവ് നിന്ന് ആരംഭിച്ച യുവജന റാലി പൊന്നാനി ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ പി ജിജി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് അത്യുജ്വലമായ സമരമാണ് സിജെപിയുടെ നേതൃത്വത്തിൽ ഈ രാജ്യത്തെ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ പുരോഗമന യുവജന പ്രസ്ഥാനത്തിന്റെ പിന്തുണയോടെ ഇന്ത്യ രാജ്യത്ത് സമരം അരങ്ങേറിയത് നമ്മൾ കണ്ടു. ആ സമരത്തിൽ നോക്കൂ നിങ്ങൾ, ആദ്യഘട്ടത്തിൽ ആ സമരത്തെ തിരിഞ്ഞു നോക്കാതിരുന്ന ഈ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസിനുൾപ്പെടെ പിന്നീട് ആ സമരത്തിലേക്ക് പോയി നോക്കേണ്ട സ്ഥിതി വന്നു. ആ സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ ഈ രാജ്യത്തിന്റെ മുക്കിലും മൂലയിൽ നിന്ന് വിദ്യാർത്ഥികൾ ആ സമര കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്നത് നമ്മൾ കാണുക. ആ സമരത്തെ എങ്ങനെയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നേരിടാൻ തയ്യാറായത്? ഗുണ്ടകളെ ഉപയോഗിച്ച്, പോലീസിനെ ഉപയോഗിച്ചെന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. നെയിം പ്ലേറ്റും യൂണിഫോമും ഇല്ലാത്ത പോലീസ് എന്ന് പറയുന്ന ഗുണ്ടകളെ ഉപയോഗിച്ച് ആ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് തയ്യാറായപ്പോ അവിടെ സംയമനം പാലിച്ചുകൊണ്ട് അടിക്കാൻ വന്ന പോലീസിന്റെ മുന്നിൽ ജനഗണമന ആലപിച്ചുകൊണ്ട് നിന്ന വിദ്യാർത്ഥി നേതൃത്വം, അങ്ങനെ ആ സമരത്തെ നേരിട്ട ഈ രാജ്യത്തെ യുവജന നേതൃത്വം, ആ സമരത്തിന്റെ ഭാഗമായി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലുള്ള വിദ്യാഭ്യാസ മന്ത്രിക്ക് ധർമ്മേന്ദ്ര പ്രധാന് ഈ രാജ്യത്ത് പ്രിയമുള്ളവരെ ആ സമരത്തിന്റെ ഭാഗമായി രാജിവെച്ച് പിന്മാറേണ്ടി വന്നെങ്കിൽ അത് തന്നെയാണ് ഈ രാജ്യത്തെ പോരാടുന്ന ജനതയുടെ, ഈ രാജ്യത്തെ മനുഷ്യരുടെ പ്രതീക്ഷ. പോരാട്ടത്തിന് ഫലം ഈ രാജ്യത്ത് നേടിയെടുക്കാൻ നമ്മൾക്ക് സാധിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളുള്ളത്. 2 കോടി തൊഴിലവസരങ്ങൾ ഓരോ വർഷവും സൃഷ്ടിക്കുമെന്ന് പറഞ്ഞ അധികാരത്തിലേറിയ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഈ രാജ്യം ഭരിച്ച് 12 വർഷക്കാലം കഴിയുമ്പോഴോ ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മ 6% നിൽക്കുന്നു. VM റാഫി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ തേജസ് കെ ജയൻ സ്വാഗതവും KV സനോജ് നന്ദിയും പറഞ്ഞു. കുഞ്ഞഹമ്മദ് മാസ്റ്റർ, ഷർജിത്ത്, സ്വരൂപ്, ബദൂദ്, യു ഷിജുലേഷ്, ബക്കർ ഫാസി, ദിൽഷാദ്, വർഷ, ആതിര തുടങ്ങിയവർ സംബന്ധിച്ചു.